അപ്പൊ കാണുമ്പോ തന്നെ നല്ല അടിപൊളി ലുക്ക് ഉണ്ടല്ലോ അമ്മ. ഏല കൂട്ടാ എടുക്കാറാ. അടിപൊളി ടേസ്റ്റ്. വായൻ്റെ ഇലയിലാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്, കുറുക്കൂട്ടീൻ്റെ ഇലയിലാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്, മഞ്ഞളുടെ ഇലയിലാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് അമ്മ വീട് തന്നെ ഉണ്ട്. നമ്മ ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട്. സ്പെഷ്യൽ അല്ല, നാടൻ റെസിപ്പിയാണ്. പക്ഷെ നമുക്ക് സ്പെഷ്യലാന്നല്ലേ, നമ്മ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളോട് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിനി അല്ലേ അമ്മേ? അതെ, ചോദിച്ചിട്ടുണ്ടായിനി. അപ്പൊ അത് കൊറേ ആയി നമ്മൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇന്നാണ് നമുക്ക് അതിനൊരു സമയം കിട്ടിയത്. ഇനി നീണ്ടുപോയാലും നമുക്ക് ഇക്കൊല്ലം ഉണ്ടാക്കാൻ പറ്റൂല. കാരണം അത് മഞ്ഞളിന്റെ ഇലയിലാണ് ഉണ്ടാക്കണ്ട്. പിന്നെ കൊറേ കഴിഞ്ഞാല് അത് ഉണങ്ങിപ്പോവും ഇല. അതുകൊണ്ട് ഇപ്പൊ തന്നെ കൊറേ എല്ലാം ഉണങ്ങി. അതെ, കുറച്ച് പച്ചയുള്ളത് നമുക്ക് ഇല്ലതുകൊണ്ട് നമുക്ക് ആക്കാം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാല് മഞ്ഞളിന്റെ ഇലയില് നല്ല അടിപൊളി ഇലയിട. വാഴന്റെ ഇലയിലും അതിലെല്ലാം ആക്കല്, പക്ഷെ മഞ്ഞളിന്റെ ഇലയിലും ആക്കലുണ്ട്. അപ്പോ നമുക്കിന്ന് അത് ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മ 2-3 സ്ഥലത്തായിട്ട് നട്ടിട്ടുണ്ടായിനല്ലേ മഞ്ഞള്. അപ്പൊ ഇവിടെ കുറച്ച് നല്ലത് കാണാനുണ്ട്, പച്ചപ്പ് അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ മഞ്ഞളിന്റെ ഇലയിൽ ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നു. വള്ളി പടന്നിട്ടുണ്ടല്ലേ, ചെറിയ കുഞ്ഞ് പിടിച്ചിട്ടുണ്ടല്ലേ. സപ്പോട്ട വള്ളി കയറാൻ വിടും. വീടിയും കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ട്. അതിന്റെ ഇലയെല്ലാം ഉണങ്ങി തുടങ്ങിയല്ലോ അമ്മ. ആയില്ല അതിൻ്റെ എല്ലാം സമയം. അപ്പോ നമുക്ക് ആവശ്യത്തിലുള്ള ഇലയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടാ. ആവശ്യത്തിനുള്ള തേങ്ങയും ചെറിയ എടുത്തിട്ടുണ്ട്. അമ്മ സമയം കൊണ്ട് തേങ്ങയെല്ലാം ചിരകി എടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അമ്മ. കല്ലില്ലാത്ത നല്ല വെല്ലാണ് ഇതിലാണ് ചിരണ്ടിടാം. അപ്പം നല്ല വെല്ലാണ് നമുക്ക് ഇതിനെ ചിരണ്ടിടാം. കല്ലൊന്നുമില്ല, കല്ലൊന്നുമില്ലാത്ത നല്ല വെല്ലാണ്. അപ്പൊ ഇതാ വെല്ലെല്ലാം ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഒരാണി വെല്ലല്ല അമ്മ, ഒരാണി വെല്ലം എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നൈസ് അരിപ്പൊടി അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാക്കറ്റ് വാങ്ങിയതാണ് കേട്ടാ. അത് ഏതായാലും മതിയല്ല അമ്മ, നൈസ് ആയിരിക്കണം എന്നേ ഇല്ലു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതെ, ഇത് തിളച്ചവെള്ളത്തിൽ കുഴച്ചാലും മതി, അല്ലെങ്കിൽ ഈ പൊടി പച്ചവെള്ളത്തിലും കുഴക്കാട്ടാ. അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. നമുക്കത് കാണുമ്പോ ഒരു ആശ്വാസമാണല്ലോ അമ്മ. ആ, മുൽപ്പുട്ടിനായാലും പാക്കറ്റ് കൊണ്ടുവന്നാ അടിച്ച ആദ്യം നോക്കല് പച്ചവെള്ളത്തിൽ കുഴക്കണം എന്ന് എഴുതിയിട്ടുണ്ടോ. അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, മുറിഞ്ഞു മുറിഞ്ഞു. ആ, ഇതിപ്പോ ഇതിൽ പച്ചവെള്ളത്തിൽ കുഴക്കാന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് പച്ചവെള്ളത്തിൽ നിന്ന് കുഴക്കാല്ലേ. അപ്പൊ ഉപ്പും വെള്ളാന്നേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടുവാ? ആ, ഉപ്പ് ഇതിൽ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടേ അല്ലേ. എന്റെ കിളി കുറച്ച് പോയി. ഞനക്ക് തെറ്റിയിട്ട അമ്മ പിന്നെ റെസിപ്പി ട്രാക്ക് മാറ്റിയതാണ്. അപ്പൊ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പൊ ഇതാ മാവ് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി കൊടുക്കാം അല്ലമ്മ ഇലയിലേക്ക്.
അപ്പൊ പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആവിപ്പാകത്തിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടേ, അതൊന്ന് തിളക്കട്ടായിരുന്നു. നല്ല മണം ഏലക്കായിൻ്റെ. എനിക്ക് മുമ്പേ ഏലക്കായിൻ്റെ മണം വേഗം തലവേദന എടുക്കുമോ ഓറായി ഇപ്പൊ ഇഷ്ടമാണ്. നെയ്ച്ചോറിനെ കുറച്ചധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. ഇടുന്നില്ല, കണ്ടമാനം ഇങ്ങനെ എന്തെല്ലാം ഇടുന്നില്ലല്ലോ. വീട്ടിലെല്ലാം ആക്കുന്നതിൽ ചെറിയൊരു കഷ്ണം ഉള്ളിയോ ഒരു ഏലക്കായി ചെറിയ കഷ്ണം പട്ട അങ്ങനെയെല്ലാം ഇടുന്നില്ല. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ മഞ്ഞളുടെ ഇലയിലേക്ക് പരത്തി കൊടുക്കാം. അത് എങ്ങനെ വേണമെങ്കിലും വെക്കാം, നീളത്തില് ഇങ്ങനെ മടക്കാം, ഇങ്ങനെ വേണമെങ്കിലും മടക്കാം. എങ്ങനെ മടക്കുന്നതിനും പ്രശ്നമില്ല. വാട്ടണ ഏലാമ വേണ്ട വേണ്ട. ഇലയിലാമ വിസ്തരിച്ച് വരത്താ. ഇത് കുഞ്ഞില കൊണ്ട് അത്രേ വരത്താനാവില്ല. അതെല്ലേ, ഈ അമ്മ ഒന്നും എന്നെ പറയാൻ വിടുന്നില്ല. നമുക്ക് ഇതിലേക്ക് നമ്മളെ തയ്യാറാക്കിയ തേങ്ങയും വെല്ലും ഏലക്കായും മിക്സ് വെച്ചെടുക്കാം. ഒരു സൈഡിൽ വെക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ വെള്ളം ഉരുക്കിയിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ആക്കാട്ടാ. വേണമെങ്കിൽ ഈ നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെല്ലാം ആക്കലുണ്ട്. പക്ഷെ നമ്മ ഇന്ന് ഇങ്ങനെ ആക്കണം. അതെ, ഉള്ളതുകൊണ്ട് ഓണം പോലെ ആക്കാം നമുക്ക്. അടുത്ത നമുക്ക് നീളത്തിന് മടക്കാം അല്ലേ. വലിയ ഇലയാണെങ്കിൽ നമുക്കായിട്ട് മുടക്കാം. ഇതിപ്പോൾ ചെറിയ നമുക്ക് ഇലയില്ലോ നമ്മൾ ചൂടണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇലയെല്ലാം ഉണങ്ങിപ്പോയില്ലേ. കുറച്ച് ഇത്ര പോലെ ഇല കിട്ടിയാണ് നമ്മളെ കാണിക്കാം. നീളത്തിൽ വലിയ ഇലയാണെങ്കിൽ നമുക്ക് എന്താ നീളത്തിൽ തന്നെ മടക്കാം. ഇപ്പം നല്ല ചെറിയ ഇലയിലത് അപ്പോൾ കുറച്ചെണ്ണം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ ഒരു സാധനം വെച്ച് കൊടുക്കാം കേട്ടോ. എയർ കുറച്ച് കിടക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും. അമർന്ന് നിന്നാൽ വേഗം വേവൂല. അത് നമ്മ ആവിയപ്പോൾ കലത്തപ്പാക്കിയപ്പോൾ വെക്കാൻ മറന്നുപോയി. കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായി എന്നറ. അത് വെച്ചിനെങ്കിൽ 20 മിനിറ്റ് ഒന്നും വേണ്ട, വേഗം വേവട്ടിന്നും. പ്ലേറ്റ് അമർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ സാധനം നമ്മുടെ അടുത്ത് ഉണ്ടായിനി, നമുക്കൊന്ന് വെക്കാൻ മറന്നു പോയതാന്നല്ല അമ്മ. അപ്പൊ നമ്മളതെല്ലാം പരത്തി തീരാനായിട്ടുണ്ട്. ആദ്യത്തെ സെറ്റ് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത സെറ്റ് പരത്തി കൊടുക്കുന്നുണ്ടല്ലോ. തേങ്ങയും വെള്ളം വേണ്ടി വരും. നല്ല മഞ്ഞൾ മുഴുകുന്ന ഓണം. മഞ്ഞളിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ അമ്മ മഞ്ഞൾ മുഴുകുന്നോണ്ട് നമുക്കറിയാം ആ ഒരു മണം വരുന്നത് അല്ലേ. മഞ്ഞൾ ദേവത്തെ മണം വരുന്നില്ലേ. അപ്പൊ ആ ഇലങ്ങനെ വേവുന്നില്ലേ. അപ്പൊ അതിന്റെ മണം വരുന്നത് നല്ല മണം. മഞ്ഞൾ നല്ലല്ലേ ആയിട്ടുണ്ടാവില്ലേ നമ്മ തുറന്നു നോക്കാൻ. ആവി വരും. നല്ലതേ പറ്റുന്നുണ്ട്. അപ്പൊ ആദ്യം വെച്ചത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ സെറ്റ് എല്ലാം അട റെഡി ആയിട്ടുണ്ട്. മഞ്ഞൾ അരയിലാക്കി എന്ത് മണാന്ന് വരുന്നത്? ഇലേന്റെ അല്ലേ? കുഞ്ഞിനറിയാപ്പാ എന്തിന്റെ ഇലയാന്ന്? മഞ്ഞളിന്റെ. ആ കുഞ്ഞുനെല്ലാം അറിയാം. കുഞ്ഞു നമ്മളിപ്പോ മഞ്ഞൾ കൂട്ടിക്കാണ്ടുണ്ടല്ലോ.
ഇതാ നമ്മളെ ഇലയുടെ ഇല റെഡി ആയിട്ടുണ്ട്. ഇത് മഞ്ഞളുടെ ഇല പോലെ തന്നെ നീളത്തിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അതിന്റെ അറ്റൊന്ന് മുറിച്ചിട്ടാ അതിൽ വെച്ചിട്ട് ഞാൻ ചുരുട്ടി വെക്കാം. കഴിക്കാൻ എന്തെല്ലോ വെറൈറ്റി നമ്മക്കും. ഒന്ന് ഇങ്ങനെ മടക്കിയിട്ടാക്കി, ഒന്ന് നീളത്തിൽ മടക്കിയിട്ടാക്കി, പിന്നെ നീളത്തിൽ മുറിക്കാണ്ടാക്കി അല്ലേ? വെറൈറ്റി തന്നെ. ഇപ്പോൾ നമ്മളെ രണ്ടാമത്തെ സെറ്റും അടുപ്പത്തായിട്ടുണ്ട്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ സെറ്റുമായി നമ്മളെ ഇലയുടെ എല്ലാം ആക്കി തീർന്നിട്ടുണ്ടല്ലോ മേ. മഞ്ഞൾ ഇലയുടെ വെന്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഇങ്ങനെ ഇറങ്ങിനാ ചെരിഞ്ഞൊന്നുകൊണ്ടായിരിക്കും. നമുക്ക് ലാസ്റ്റ് ഉള്ളതിൽ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടാവും. കട്ടൻ ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം ചായ കുടിക്കാം അല്ലേ? അപ്പൊ കാണുമ്പോ തന്നെ നല്ല അടിപൊളി ലുക്ക് ഉണ്ടല്ലോ അമ്മ. കൂട്ടാ എടുക്കാറാ? അടിയകത്തെടുത്ത് കുഞ്ഞു വെച്ചു. അത് ചൂടാന്ന് ഇപ്പം വാങ്ങിയത് വന്നു. അത് ലാസ്റ്റ് ആക്കിയതായിരിക്കും. ഇതെടുക്ക്. ചൂടയില്ല, അത് ചൂടുണ്ടാകാം. ഞാനും ചൂടില്ലാത്ത എടുക്കട്ടെ അതിൽ നിന്ന്. ലോകൂട്ടൻ ടേസ്റ്റ് നോക്കിയാ? നല്ല മഞ്ഞളുണ്ട് ചൊയ്യത്. അതെ, വളരെ കടിച്ച് 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 വായിലില്ല ഇതിന് വെള്ളം വരുന്നു. വായിൽ വെള്ളം വരണ്ടാന്നോ? നല്ല മഞ്ഞളുടെ അതേ മണം വായിൽ കൊണ്ടുപോകുമ്പോ. മഞ്ഞളുടെ ഇലയിലാന്ന് ആക്കി ഇനി ആരും പറയണ്ട, അതൊന്നും എന്റെ മനസ്സിലാവും. അതിന്റെ ആ ഒരു ടേസ്റ്റ് എന്നെ കിട്ടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിച്ചേ? എടുത്തോ. അടിയിലുണ്ട് ആദ്യാക്കിയത്. അപ്പൊ അമ്മ ഇഷ്ടായിനാ? നല്ല രസമുണ്ട്. ആ മഞ്ഞളുടെ ചെറുക്കനുള്ള ആ ചൊയ്യും ഞാനും കുഞ്ഞു തിന്നുമ്പോ ഇങ്ങനെ ആക്കുമ്പോ ഞാൻ ചോന ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അവൻ രണ്ടാമത്തെ തിന്നലായി. നല്ല രസമുണ്ട്. എല്ലാവരും ഇതുപോലെ ആക്കി വെക്കാം. അതെ, അടിപൊളി ടേസ്റ്റ്. വായൻ്റെ ഇലയിലാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്, കുറുക്കൂട്ടീൻ്റെ ഇലയിലാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്, മഞ്ഞളുടെ ഇലയിലാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഓരോന്നും തിന്നിട്ട് കുറുക്കൂട്ടീൻ്റെ ഇലയിലാക്കലുണ്ട്. പലഹാരം തിന്നു കഴിഞ്ഞ് ചായ ഒക്കെ കുടിക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ആക്കി വെക്കണോണ്ടാ. അതെ, നല്ല രസമുണ്ട്. ഞാനൊരു കഷ്ണം അമ്മ തന്നിട്ട് തിന്നിന്. നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഇലയുടെ അതേ ടേസ്റ്റ് തന്നെ, പക്ഷെ മഞ്ഞളിന്റെ ആ ഒരു ഫ്ലേവർ നല്ലവണ്ണം കിട്ടുന്നുണ്ട്. അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ഇലേന്റെ ഷേപ്പെല്ലാം ഉണ്ട്. ഞാൻ ഒന്ന് നോക്കട്ടെ, നീ മതിയിട്ടാ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട്. രസമുണ്ട്. വായില് വെള്ളം വരുന്നു. രണ്ടെണ്ണം തിന്നിട്ട് പോലും വായിൽ വെള്ളം വരുന്നുള്ളൂ. അത് വന്നാണെങ്കിൽ അവിടെ പോയിട്ട് അനക്കടുത്ത ചതി പറഞ്ഞു. പിള്ളേർ വിളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാൻ ഇളം ചൂടോടെ നല്ല രസമുണ്ടല്ലേ? തിന്നാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്പം കാട്ടാം. ടേസ്റ്റ് മനസ്സിലായല്ലോ. ഇനിയിപ്പം എല്ലാം വാടി ഉണങ്ങാനായി.
അടുത്ത പ്രാവശ്യം കിട്ടുമ്പോ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. ബൈ.